ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 45 റിവ്യൂ ആണ്. ബി ഹോട്ടൽ ടാസ്ക് ചലഞ്ചേഴ്സ് വന്ന് ഗെയിമൊക്കെ മാറ്റിമറിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു മലമറിക്കണ പരിപാടിയാണ് ഈ ബി ഹോട്ടൽ ടാസ്ക്. അതിൽ തൊട്ട് മുന്നേ ഞാൻ അഖിൽ മാരാറുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. അഖിൽ മാരാർ ആ ഒരു വീഡിയോയിൽ ഇന്നത്തെ ആ ഒരു ലൈവിനെ കുറിച്ചിട്ട് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനായിട്ടുള്ളത്. ഈ ശോഭയും ഷിയാസും ഒക്കെ വന്നിട്ട് എന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്നത്? ചലഞ്ചേഴ്സ് എന്തെങ്കിലും ചലഞ്ച് കണ്ടസ്റ്റൻസിന് കൊടുക്കണം. കണ്ടസ്റ്റൻസിന് ആകെയുള്ള ചലഞ്ച് കൂടെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക്, അവരുടെ ഗെയിമിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ചില ആളുകളെ കയ്യിൽ പിടിച്ച് നിർത്തിക്കുന്നു, ചില ആളുകളുടെ ചെവിയിൽ ഓതി കൊടുക്കുന്നു, ചില ആളുകളുടെ കാര്യത്തിൽ നേരിട്ട് ഇടപെടുന്നു. പ്ലാച്ചിയെ ഗെയിമിൽ നിന്ന് എടുത്തു മാറ്റുക, അനാവശ്യമായിട്ട് പ്ലാച്ചി ഇറക്കരുത് എന്ന് വിചാരിക്കേണ്ടത് അനുവാണ്. അനുവിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് അനു ചിന്തിക്കണം. അതിന് ഷിയാസ് ഏട്ടായി പുറത്തുനിന്ന് വന്ന് അനുവിൻ്റെ പാവയെടുത്ത് പറവയാക്കി ഇങ്ങനെ പറത്തി വിടേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അജണ്ടയുണ്ടോ? ഈ ഗെയിം ഇങ്ങനെ പോകണം, കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഗെയിം കളിക്കണം, ഇന്ന ആളുകളെ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ അജണ്ട വെച്ചത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ കളിക്കട്ടെ. അതേപോലെ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വെമ്പി നിൽക്കുന്ന ഒരു കൂട്ടം കണ്ടസ്റ്റൻസ്, പുറത്തു നിന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് വെമ്പി നിൽക്കുന്ന രണ്ട് ചലഞ്ചേഴ്സ്. ശോഭയുടെ ഗെയിം എന്തായിരുന്നു എന്നുള്ളതും ശോഭയ്ക്ക് എന്തുകൊണ്ടാണെന്ന് വലിയ കാര്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടാതിരുന്നത് എന്നതും എനിക്ക് ഇന്നത്തെ ശോഭയുടെ പെർഫോമൻസ് കണ്ട സമയത്ത് മനസ്സിലായി. ശോഭ ചില കാര്യങ്ങളിൽ വളരെയധികം ഓവറാണ്. ശോഭ എന്തിനാണ് ഇവിടെയുള്ള ആളുകൾ ഉപദേശിക്കാനായിട്ട് പോകുന്നത്? ലക്ഷ്മി ഉപദേശിക്കാനായിട്ട് വരുന്നു. അതേപോലെ തന്നെ നെവിന് ഗെയിം പറഞ്ഞു കൊടുക്കുന്നു, അനീഷിന് ഉപദേശിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് ഉപദേശിക്കേണ്ട ആവശ്യം എന്താണ്? ഈ ഉപദേശം കേൾക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമവും ദേഷ്യവും തോന്നുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടാണ്. ഈ ലാലേട്ടൻ എന്ന് പറയുന്ന ആൾ, നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ വീക്കെൻഡിലൊക്കെ വന്നിട്ട് ഒത്തിരി അധികം ദേഷ്യപ്പെട്ടിട്ടൊക്കെ പോകാറുണ്ട്. ദേഷ്യം ഏതായാലും എഴുതി കൊടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല. എന്താണെങ്കിലും സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് അദ്ദേഹം ആത്മാർത്ഥതയോടെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് ദേഷ്യപ്പെട്ടത്. അനുമോൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒന്നും മിണ്ടായില്ല. ലാലേട്ടൻ അങ്ങ് എളിഭനായിപ്പോയി. ലക്ഷ്മി എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റും. എന്തുകൊണ്ടാണ് ലക്ഷ്മി അങ്ങനെ പറഞ്ഞത്? ഞാൻ അതിനെ നോർമലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊക്കോളൂ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അത് കേട്ടിട്ട് അവിടെ നിന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ ലാലേട്ടനിപ്പോൾ ആരായി? അവർ പോകണമെന്നൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ലാലേട്ടന് തന്നെ വലിയ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ഗെയിമിൽ കണ്ടസ്റ്റൻസ് ആർക്ക് എന്ത് വില കൊടുക്കും? ഹോട്ടൽ ടാസ്ക്, ഇഷ്ടം പോലെ ഹോട്ടൽ ടാസ്ക് കണ്ടിട്ടാണ് ഈ ഒരു കണ്ടസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാലും അവർക്ക് ഭയങ്കരമായിട്ട് അവർ എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. ഹോട്ടൽ ടാസ്ക് എന്തുകൊണ്ടാണ് പാളിപ്പോയത്? സിമ്പിളാണ്. ഓരോ ആളുകൾ അവർക്ക് കിട്ടിയ ആ ഒരു റോളുകളിൽ വല്ലാതെ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടും അതിൻ്റെ പരിമിതികളെ കുറിച്ചിട്ടുമാണ് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി വളരെ എക്സൈറ്റഡായി. ജനറൽ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് കിട്ടി. കഴിഞ്ഞ തവണത്തെ ജനറൽ മാനേജർ ഇങ്ങനെയൊക്കെ ചെയ്തു, അതിനു മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്തു, ഗംഭീരമാക്കി, എനിക്ക് ജനറൽ മാനേജർ എന്ന പോസ്റ്റ് കിട്ടി. ചില ആളുകൾക്ക് ഓരോ പോസ്റ്റുകൾ കിട്ടുമ്പോൾ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇവരിൽ പല ആളുകളും തങ്ങൾക്ക് കിട്ടിയത് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് സ്ക്രീൻ സ്പേസ് എടുക്കാൻ വേണ്ടിയുള്ള കൂട്ട ഇടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പ്രോപ്പറായിട്ട് ഫങ്ഷൻഡ് ആയില്ല. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനിട്ട് അണിയറ പ്രവർത്തകർ പണിയണത് പോലെ സാബുമാനായിട്ടും ഒരു 8 പണി കൊടുത്തു. അസൽ പകവീട്ടലാണ് എന്ന് എനിക്ക് കണ്ട സമയത്ത് തോന്നി. സാബുമാൻ കണ്ടൻറ്റ് കൊടുക്കണില്ല, കണ്ടൻറ്റൊക്കെ തരാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ അവിടെ പോയാൽ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി വന്നിരിക്കുന്നത് ഓരോ കണ്ടസ്റ്റൻസും. അല്ലാതെ ഈ താല്പര്യമില്ലാത്ത ആൾക്കാരെ നിർബന്ധിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന രീതിയൊന്നും ഇല്ലല്ലോ. അപ്പം അത്രയധികം താല്പര്യമുള്ള ആൾക്കാരാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ അവരെ പറ്റിച്ചിട്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദേഷ്യം വരാതിരിക്കുമോ? അതുകൊണ്ട് തന്നെയാണ് സാബുമാൻ അങ്ങനെ പുറത്ത് വെയിലത്ത് നിർത്തുന്ന ആ ഒരു ടാസ്ക് കൊടുത്തത്. 5 മിനിറ്റ് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിക്കൊള്ളുക, 5 മിനിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്നാലും ഒരു ഔദാര്യം എന്നുള്ള നിലയിൽ സാബുമാന് ഗുണകരമാവുന്ന രീതിയിലേക്കുള്ള ഒരു ടാസ്ക് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആര് ട്രൈ ചെയ്യാനായിട്ടാണ്? അത് നമ്മുടെ ആര്യനൊക്കെ ഒന്ന് ട്രൈ ചെയ്തു, അങ്ങനെ കുറച്ച് കോയിൻസൊക്കെ സാബുമാന് കിട്ടി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ സാബുമാൻ അതിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നുമില്ല. ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു സാധനം ചലഞ്ചേഴ്സായിട്ട് വന്ന ആൾക്കാർ ഡയറക്റ്റ് ഇടപെട്ടിട്ട് ചെയ്യണം. കഴിഞ്ഞ കൊല്ലം അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തി ഒതുക്കുന്ന രീതിയിലേക്കായിരുന്നു കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലം അഖിൽ മാരാറെ സെറ്റ് ചെയ്തത്. എന്നാൽ അഖിൽ മാരാർ അതിനകത്തൊരു സാധ്യത കണ്ടുപിടിച്ച് ഗെയിമിലേക്ക് വന്നു. ഇത്തവണത്തെ സെക്യൂരിറ്റിയെ പോലെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന സംഭവമൊക്കെ ഉണ്ട്, ഇന്ന ആളാണ്, ഭയങ്കരയാണ് എന്നുള്ള ഇൻട്രൊഡക്ഷനൊന്നും അഖിലിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അഖിൽ അതിനകത്തൊരു സ്പേസ് കണ്ടെത്തുകയും അഖിൽ ഈഗോ മാറ്റി വെച്ചിട്ട് ആ ഒരു ഗെയിമിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു ഗെയിമിൽ മികച്ചൊരു പെർഫോമറായിട്ട് മാറുകയും ചെയ്തു. അന്ന് വന്ന ചലഞ്ചേഴ്സ് രജിത്തൊക്കെ അടിപൊളിയായിരുന്നു.
ഇന്ന് വന്ന ചലഞ്ചേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്ന വൈൽഡ് കാർഡായിട്ടുള്ള മസ്താനിയുടെയൊക്കെ ഒരു റേഞ്ചിലുള്ള ഗെയിമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അയ്യോ, ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ BB ഹോട്ടൽ ടാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹോട്ടലിൻ്റെ നടപടി പരിപാടികളൊക്കെ ഇങ്ങനെയാണ്, ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇങ്ങനെയാണ്. ഓണറുണ്ട്, ആരാണെന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ല, എവിടെയോ ഉണ്ട്. ഓണറാണെന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഓണറിൻ്റെ മകളുണ്ട്, മകളുടെ കൂട്ടുകാരൻ സുഹൃത്തുണ്ട്. ഈ ഓണറുടെ മകളാണല്ലോ, അപ്പോൾ സ്വത്തൊക്കെ കണ്ട് കൂടെ കൂട്ടിയിരിക്കുന്ന സുഹൃത്താണ് ആര്യൻ. മകളായിട്ട് ആദില ആണ് ഇതിൽ പെർഫോം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകളെ ഗസ്റ്റിന് ക്യാപ്റ്റൻസിയിലേക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട്, നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവറുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കുറവ് കോയിൻസൊക്കെ കിട്ടുന്ന, പെർഫോമൻസ് കുറഞ്ഞ ആളുകൾ നമ്മുടെ ജയിലിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ കോയിൻസൊക്കെ കിട്ടുന്ന ആളുകൾക്കും ആ ഒരു കോയിൻസൊക്കെ ചിലപ്പോൾ പണിപ്പുരയിലേക്ക് ഉപയോഗിക്കാനായിട്ടുള്ളൊരു സാധ്യതയും ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇനി ഓരോ ആളുകളുടെയും റോളുകൾ പറയുകയാണ്. ആദില ഹോട്ടൽ ഉടമയുടെ മകളാണ്. അച്ഛൻ്റെ സ്വത്ത് ദൂർത്തടിക്കുന്ന മഹാ അലമ്പായിട്ടുള്ള ഒരു മകളാണ്. അപ്പോൾ ആ ഒരു മകളുടെ കൂടെ സ്വത്തിന് നോട്ടം ഇട്ടിട്ട് ഒരു സുഹൃത്ത് കഴിഞ്ഞ ട്രിപ്പിൽ കൂടെ കൂടിയിട്ടുണ്ട്, അതാണ് ആര്യൻ. ഇന്നൊരു അമൂല്യ വസ്തു ഗസ്റ്റുകൾ വഴിയോ അല്ലെങ്കിൽ ഇന്നത്തെ ഗെയിമിലോ നമ്മുടെ ആദിലയിലേക്ക് വന്നു ചേരും. ആ ഒരു അമൂല്യ വസ്തു വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഒരു പവറൊക്കെ കിട്ടും. ജനറൽ മാനേജറുടെ ഡിസിഷനെ വരെ മാറ്റിമറിക്കുന്ന ഒരു പവർ കിട്ടും. അപ്പോൾ ഹോട്ടലിൽ GMനേക്കാളിലും മുകളിൽ ആദിലേക്ക് ചില കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്കറിയാലോ, വലിയ വലിയ കോർപ്പറേറ്റുകളിലൊക്കെ ജനറൽ മാനേജർക്ക് വലിയ റോളുകളൊക്കെ ഉണ്ട്. അതുപോലെ മുതലാളിയുടെ മകളാണെന്ന് പറഞ്ഞാലും അതിൻ്റെ സ്ട്രിക്റ്റ് റൂൾസിൽ കൂടെ പോകത്തുള്ളൂ. അപ്പോൾ BB ഹോട്ടൽ പക്ക ഫോർമാറ്റിൽ തന്നെയാണ് ബിഗ് ബോസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ കണ്ടസ്റ്റൻസ് ഒരു തരത്തിലും ഈ ഒരു ഗെയിം ഭംഗിയായിട്ട് കളിച്ചില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ബിഗ് ബോസ് പലതവണ വിളിച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ലക്ഷ്മിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു, അതേപോലെ ശോഭ അടക്കമുള്ള ആളുകളെ എല്ലാം ഒന്നിച്ചിരുത്തിയിട്ട് ഗെയിം പറഞ്ഞു കൊടുക്കുന്നു. ഇനി ബാക്കിയുള്ള ആളുകളുടെ റോളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ജനറൽ മാനേജറാണ്, ജീവനക്കാരുടെ പേടി സ്വപ്നമാണ്, വളരെ എന്താ പറയുന്നത് കർക്കശക്കാരിയായിട്ടുള്ള ഒരു ജനറൽ മാനേജർ. അനുമോള് മാനേജറാണ്. ഹോട്ടലിൻ്റെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അനുമോളാണ്. ജീവനക്കാർ കൂടുതൽ നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നതും അനുമോളോടാണ്. പക്ഷേ പിന്നീട് അനുമോൾ ഈ ഒരു ടാസ്കിൽ നിന്ന് നൈസായിട്ട് അങ്ങോട്ട് മാറി ലക്ഷ്മി മാത്രമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു രീതിയിലേക്ക് വന്നു. അതിൽ ശോഭയൊക്കെ ലക്ഷ്മിയെ കാര്യമായിട്ട് അതിലേക്ക് വലിച്ചിടുന്നത് കൊണ്ടുകൂടിയാണ് കേട്ടോ. അക്ബറും റെനയും അസിസ്റ്റൻറ്റ് മാനേജേഴ്സാണ്. അസിസ്റ്റൻറ്റ് മാനേജേഴ്സിന് എന്തെങ്കിലും റോളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് പാഷാണത്തിൽ കൃമി എന്ന് പറയുന്നത് പോലെയുള്ള റോളുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. നെവിൻ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ ഹോട്ടൽ ടാസ്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് നെവിനാണ്. ഹോട്ടൽ ടാസ്ക് ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, വല്ലതും കഴിക്കും. നിരന്തരമായിട്ടുള്ള കഴിപ്പായിരുന്നു നെവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതൊക്കെ എന്തോ പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ വല്ല അസുഖമാണോ, വിശപ്പിൻ്റെ അസുഖമാണോ, എന്തോ അത് ഭയങ്കരമായിട്ടുള്ള വിശപ്പ്. അങ്ങനെ വിശപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഗെയിമായിട്ടാണോ അതോ ഇനിയിപ്പോൾ അയാൾക്ക് ജെന്യുവൻലി വേണ്ടതാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ ഒളിച്ചിരുന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നു. ബിന്നി ഹെഡ് ഷെഫാണ്, ചൈനയിൽ പോയി പഠിച്ച ഷെഫാണ്, ഭയങ്കര ലോക പ്രശസ്തയാണ് എന്നൊക്കെയാണ് ബിഗ് ബോസ് പറയുന്നത്. അസിസ്റ്റുകളായിട്ടുള്ള ഒനിലും ജിഷിനും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഒനിലും ജിഷിനുമാണ് അസിസ്റ്റൻറ്റ് ഷെഫ്. ജിസേൽ AK-47 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ സെക്യൂരിറ്റി ജീവനക്കാരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വലിയ സെക്യൂരിറ്റിയാണ്. മറ്റേ എമ്പുരാനകത്ത് ലാലേട്ടൻ്റെ കൂട്ട് എബ്രാം ഖുറേഷി സെറ്റപ്പാണ്. റഷ്യയിൽ പോയി പഠിച്ച മലയാളി കമാൻഡോ ആണ് ജിസേൽ. അപ്പോൾ കറക്റ്റ് എമ്പുരാൻ സെറ്റപ്പ്. ഈച്ച പോലും അകത്തേക്ക് കടക്കില്ല നമ്മുടെ ജിസേലിൻ്റെ സുരക്ഷാ വലയം ഭേദിച്ച്. ഷാനവാസ് അനീഷ് റൂം സർവീസ് പ്ലസ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ്. ഗസ്റ്റ് ബെല്ലടിക്കുന്ന സമയത്ത് ഓടി വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം. മാനേജർ അറിയാതെ ആരും അറിയാതെ ഗസ്റ്റിനെ സ്വാധീനിച്ച് ടിപ്പടിച്ച് മാറ്റുന്ന വിരുദ്ധന്മാരാണ് ഷാനവാസും അനീഷും എന്നുള്ളത് ബിഗ് ബോസ് പറയുന്നു. സാബുമാൻ ഒരു മാജിക്കൽ പ്രതിമയാണ്. സാബുമാൻ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളമുണ്ട്, ഒരു മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു കുളത്തിൽ ഒരു കോയിൻ ഇട്ടിട്ട് നമ്മുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമെന്നുണ്ടെങ്കിൽ സാബുമാൻ വടി മാറ്റും, പ്രതിമ വടി മാറ്റും. അങ്ങനെയൊക്കെയാണ്. 5 മിനിറ്റ് ഫുഡ് കഴിക്കാനായിട്ട് മാത്രമേ പാവം സാബുമാനുള്ളൂ. എന്നാൽ സാബുമാൻ പ്രതിമയാണെങ്കിലും അതിനകത്തൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. നൂറയും അഭിലാഷും ജനിറ്റേഴ്സാണ്. ടോയ്ലറ്റ് വാഷിംഗ് ഒക്കെ അവരാണ് ചെയ്യുന്നത്. 3 റൗണ്ടായിട്ട് സ്റ്റാറുകൾ കൊടുക്കാം. ഓരോ റൗണ്ടിലും 10 സ്റ്റാറുകളാണ് കണ്ടസ്റ്റൻസിന് കൊടുക്കാൻ വേണ്ടി ജനറൽ മാനേജറുടെ കയ്യിൽ കൊടുക്കുന്നത്. മുതലാളിയുടെ മകൾ, ജനറൽ മാനേജർ, സുഹൃത്ത്, ഇവരിലെ ബെസ്റ്റ് പെർഫോമർ ക്യാപ്റ്റൻസി മത്സരാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടും. പിന്നീട് കുറച്ച് ഓഫറുകൾ ബിഗ് ബോസ് മുന്നിലേക്ക് വയ്ക്കുകയാണ്.
ഈ ഹോട്ടൽ ഉടമയുടെ മകൾ, അതേപോലെ തന്നെ സുഹൃത്ത്, ജനറൽ മാനേജർ എന്നിവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് ഡയറക്റ്റ് തിരഞ്ഞെടുക്കപ്പെടും. അതേപോലെ തന്നെ അനീഷ്, അക്ബർ എന്നിവർക്ക് ഒരു അവസരമുണ്ട്. അവർക്ക് കിട്ടിയ വലിയ പണികൾ, ഇപ്പോൾ അക്ബറിന് ക്യാപ്റ്റൻ ആകാൻ പറ്റത്തില്ല, അനീഷിന് നോമിനേഷൻ പറ്റത്തില്ല, ആ ഒരു വലിയ പണികൾ ഇവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കൂടുതൽ കോയിനുകൾ നേടുകയാണെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. അങ്ങനെ ഷിയാസും ശോഭയും ഹൗസിലേക്ക് കയറി വരികയാണ്. വലിയ സന്തോഷത്തോടെ പൂക്കൾ പുഷ്പവർഷത്തോടെ അവരെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അനുമോൾക്ക് ശോഭ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ചെയ്യാൻ പാടില്ലാത്തത് ഉമ്മ കൊടുത്തു എന്ന് എനിക്ക് പറയാൻ തോന്നി. നമ്മൾ കാണാൻ പാടില്ലാത്തത് കണ്ടു. അനുമോൾ ഒട്ടും അൺകംഫർട്ടബിൾ ആയില്ല. ഇനിയിപ്പോൾ പിന്നീട് നാളെ ഒരു പ്രശ്നമായിട്ട് അൺകംഫർട്ടബിൾ ആയെന്നൊക്കെ പറയുമെന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ശോഭയ്ക്ക് വന്നിട്ട് അനു വഴി ഒരു പണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സന്തോഷമുള്ളൂ. ഏതായാലും അനു ആ ഒരു സമയത്ത് വലിയ ഹാപ്പിനെസ്സിലായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളെ പോലെ തന്നെ വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു അനു. ഏതായാലും ശോഭ വന്നപ്പോൾ തന്നെ ചില ഏരിയകളൊക്കെ നോക്കി വൃത്തിയാണ് ശോഭ മെയിനായിട്ട് പിടിച്ചിരിക്കുന്നത്. ശോഭയ്ക്ക് മൊത്തത്തിൽ തുമ്മലും ഇറിറ്റേഷനൊക്കെയാണ്, മൊത്തത്തിൽ വയ്യ. ലക്ഷ്മി കാണുന്ന സമയത്ത് തന്നെ ശോഭ തുമ്മും. ശോഭയ്ക്ക് മറ്റേ ലക്ഷ്മിയോട് നല്ല ദേഷ്യമുണ്ട്, എല്ലാ ആളുകൾക്കും ദേഷ്യമുണ്ട്. മൊത്തത്തിൽ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ, നമ്മളിങ്ങനെ ആളുകളുടെ മുഖഭാവം ഒന്നും നോക്കി ജഡ്ജ് ചെയ്യരുതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു രഹസ്യങ്ങളൊക്കെ പറയുന്ന ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ പറഞ്ഞനുസരിച്ചിട്ട് ഇങ്ങനെ ഞാൻ ലക്ഷ്മിയെ നോക്കിയപ്പോഴത്തേനും വില്ലത്തി തന്നെ എന്തോ ഭർത്തൃ മാതാവിനെ ഉപദ്രവിച്ചെന്നോ വീട്ടിലെ സാധനങ്ങൾ തല്ലിപ്പൊളിച്ചെന്നോ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ലേഡിയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ എവിടേക്കും ഇങ്ങനെ വായിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് അതിൽ പിന്നെ ഈ ലക്ഷ്മിയെ കാണുമ്പോഴത്തേന് ചെറിയൊരു വില്ലത്തി എന്ന് പറയുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ലക്ഷ്മിയെ ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് ശോഭയെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയോട് പോയി കുളിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുളിക്കാനൊക്കെ പറഞ്ഞു എന്ന് കേട്ടപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് പെട്ടെന്നൊരു ഡൗൺ സിറ്റുവേഷനായി. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ വിഷമമായി, അതുപോലെ എനിക്ക് തോന്നി. ശോഭ 2 ദിവസം ഇവിടെ താമസിക്കാൻ വേണ്ടി വന്ന രത്ന വ്യാപാരിയാണ്, ഡയമണ്ട് മാർച്ചൻ്റ്. ഷിയാസ് കരീം ഇൻ്റർനാഷണൽ ലെവലിൽ ലക്ഷറി കാർ ഡീൽ ചെയ്യുന്ന ഒരു മച്ചാനാണ്. ഏതായാലും ലക്ഷ്മി അവർക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഗസ്റ്റിനെ ശല്യപ്പെടുത്താൻ പാടില്ല, അവർക്ക് പ്രൈവസി കൊടുക്കണം. ഈ പ്രൈവസി കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴും ഈ ഗസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഇടിച്ച് നിൽക്കുക, ക്യാമറ ഗസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടേക്ക് പോയി ഇങ്ങനെ തല കാണിച്ച് പണ്ടത്തെ ന്യൂസ് ചാനലിലേക്ക് കുത്തിക്കയറി വരുന്ന കുമ്മനടിക്കാരെ പോലെയൊക്കെ ആവുക എന്നുള്ളത് സ്ഥിരം നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഒരു പരിപാടി മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഹോട്ടലിൻ്റെ ഡെക്കറോ ഒന്നും മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കഴിഞ്ഞ തവണയൊക്കെ മറ്റേ സീസൺ 5 ജുനൈസ് നല്ല മാനേജറായിരുന്നല്ലോ, അതേപോലെയൊക്കെയുള്ള മാനേജർ ആവാനായിട്ടുള്ള പരിപാടി ഇവരെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അനു ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അനുവിന് കുറച്ചും കൂടെ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന പരിപാടിയായിരുന്നു. പക്ഷേ അനു ഒന്നും അത്രയ്ക്ക് അങ്ങ് ആക്റ്റീവായില്ല. ബിന്നി എന്ത് കാണിച്ചു, ബിന്നി ഒന്നും ചെയ്തില്ല. റെന പിന്നെ എല്ലാ പരിപാടിയിലും ഇതേപോലെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അക്ബറിന് അത്ര പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചില്ല. ഇവിടെ ലക്ഷ്മിയെ കൊണ്ട് ബക്കറ്റും ചൂലും എടുത്ത് ക്ലീൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ ശോഭ നടത്തുന്നുണ്ട്. അതിനുശേഷം അനുവും ജിസയിലും തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടൊക്കെ അവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഹിൻറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂളിലൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയെന്നൊക്കെ അനു പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മി LGBTQ ഞാൻ നോർമലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ് എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. പിന്നെയും തുമ്മുന്നു ശോഭ. ഇങ്ങനെ ലക്ഷ്മിയുടെ പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കേൾക്കുന്ന സമയത്ത് ശോഭയ്ക്ക് തുമ്മുന്നു. ഇതിനുശേഷം ഷിയാസിക്കയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഷിയാസിക്ക എട്ടായി ഇങ്ങനെ വന്നിട്ട് നമ്മുടെ പണ്ടത്തെ സിനിമകളിലൊക്കെ മറ്റേ പെങ്ങന്മാരുടെ പ്രണയം അറിയുന്ന സമയത്ത് മുറിയിലേക്ക് ചാടി കയറുമെന്ന് ഫോട്ടോ വലിച്ച് കളയുന്ന ചേട്ടായിയെ പോലെ പ്ലാച്ചി എടുത്തുകൊണ്ടൊരു പോക്കാണ്. പ്ലാച്ചിയെ കൊണ്ടുപോയില്ലേ, എവിടെ കൊണ്ടുപോണിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പുറകെ പോകുന്നുണ്ട്. അപ്പോൾ അക്ബർ അവിടെ നിന്നിട്ട് ദൂരത്തിൽ പൊക്കി എറിയണം എന്ന് പറയുന്നു. നല്ല രീതിയിൽ പൊക്കി എറിഞ്ഞിട്ടുണ്ട് പ്ലാച്ചി അപ്പുറത്തോടെ പറന്നുപോയി. അപ്പുറത്ത് ആരോ ക്യാച്ച് പിടിക്കാനായിട്ട് നിൽപ്പുണ്ട് എന്നൊക്കെയുള്ള ഒരു വർത്താനാണ് ഷിയാസ് എന്നിട്ട് അനുവിനോട് പറഞ്ഞത്. അനു അങ്ങ് കൂവുകയാണ്. ഈ കരച്ചിലും കാർച്ചയും തമ്മിലൊരു വ്യത്യാസമുണ്ടല്ലോ, അത് എനിക്ക് കൃത്യമായിട്ട് ഞാനിപ്പോഴത് ഓർമ്മ വന്നത്. കരച്ചിലും കാർച്ചയുണ്ട്. കരച്ചിലെന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വിങ്ങിപ്പൊട്ടലൊക്കെ ഉള്ളൊരു സംഭവം. കാർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒച്ചയുള്ളൊരു സംഭവം. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വരുന്നുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് കാർ ഇതാണ് നല്ല വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഏതായാലും ആ ഒരു വിഷമമൊക്കെ പിന്നീട് പോയി, അതങ്ങനെയാണല്ലോ. പിന്നീട് വിഷമമൊന്നും കണ്ടില്ലല്ലോ, ഫേക്ക് ആണെന്നൊന്നും പറയരുത്. അതിപ്പോൾ ആര് മരിച്ചാലും മരണത്തിന് ശേഷം പോലും നമ്മൾ ഒരാളെ സംസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ വലിയ വിഷമമൊന്നും വരാറില്ല. പിന്നീട് ഓർക്കും, ഇടയ്ക്ക് ഇപ്പോൾ അതിനും നാളെ ഓർക്കും എൻ്റെ പ്ലാച്ചി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു ഗെയിം കളിക്കായിരുന്നു, അങ്ങനെ ഓർക്കും. അപ്പോൾ അങ്ങനത്തെ ഓർമ്മ ഒഴിച്ച് ബാക്കിയൊന്നും നമ്മൾ പിന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്ലാച്ചി പോയി. പിന്നെ ഫസ്റ്റ് റൗണ്ടിലെ സ്റ്റാർ കൊടുക്കുന്ന പരിപാടിയാണ്.
അപ്പോൾ അതിൽ വാഷ്റൂമാണ് ഏറ്റവും വൃത്തിയായിട്ടുണ്ടായിരുന്നത് എന്ന് ശോഭയൊക്കെ അഭിപ്രായപ്പെടുന്നു. നമ്മുടെ ലക്ഷ്മിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വേണമെങ്കിൽ കൊടുക്കാം, അതേപോലെ തന്നെ ഗസ്റ്റിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാം. ഗസ്റ്റിൻ്റെ ഫീഡ്ബാക്ക് ഏതായാലും എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കോയിൻ വെച്ചിട്ട് നമ്മുടെ ബാത്റൂം ടീമിന് കൊടുക്കുന്നുണ്ട്. ഒനിലും ജിഷിനും ഓരോ കോയിൻ കൊടുക്കുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യങ്ങൾ അവരാണ് ചെയ്തത്. ഡോക്ടറായിട്ടുള്ള നെവിനെ ആദ്യം തന്നെ ശോഭ കൺസൾട്ട് ചെയ്തിരുന്നു, അതോടെ നെവിന് കൊടുത്തു. ഷാനവാസ്, അനീഷ് അവരുടെ വർക്ക് അത്ര നന്നായിരുന്നില്ല, കാരണം വന്നു കഴിഞ്ഞാണ് അവർ ബെഡ്റൂമൊക്കെ ശരിയാക്കിയത്. എന്നാലും അവർക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അനുമോൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് കണ്ട എന്താണ്, വലിയ കാര്യമായിട്ടുള്ള സംഗതിയൊന്നുമില്ല, മൊത്തത്തിൽ പാളിയല്ലോ. മറ്റേ ശോഭ ബെഡ്റൂമൊക്കെ പോയി നോക്കുകയാണ്. ശോഭയ്ക്ക് കിങ് സൈസ് ബെഡ് വേണം. അവിടെ അത്ര കിങ്ങിന് കിടക്കാൻ പറ്റുന്ന സൈസുള്ള ബെഡൊന്നും ഇല്ല. അതേപോലെ തന്നെ ഇന്ന് പണിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുതലാളിയുടെ മോളും നമ്മുടെ ഗസ്റ്റുകളും സുഹൃത്തും മാത്രമേ ബി ഹൗസിനകത്ത് കിടക്കാവുള്ളൂ, ബി ഹോട്ടലിൽ കിടക്കാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആക്ടിവിറ്റി ഏരിയയിൽ കട്ടിൽ ഇട്ട് അനാഥരെ പോലെ വേണം കിടക്കാനായിട്ട്. ഏതായാലും കുതിച്ചു പൊങ്ങുന്ന ബെഡില്ല എന്നുള്ള പരാതിയായിരുന്നു നമ്മുടെ ശോഭയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ജനറൽ മാനേജറുണ്ട്, അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. ജനറൽ മാനേജർ പറഞ്ഞ് ഇവിടെ നമുക്കിതേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന്. അപ്പോൾ മുതലാളിയുടെ മോള് പറയുന്നു ആ ബെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടോക്ക്. ഇതിന് ശേഷമാണ് അനീഷിനെ ബുള്ളി ചെയ്തു, അനീഷിനെ നാണം കെടുത്തി, അപമാനിച്ചു, ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്നൊക്കെ കേട്ടത്. പക്ഷേ മനുഷ്യന്മാരോട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു അവിടെ അരങ്ങേറിയത്. പിന്നെ ശോഭ എല്ലാം ഇച്ചിരി ശോഭ ആക്കുന്നതുകൊണ്ട് അത് ഇത്തിരി ഓവറായി പോയി. ശോഭയുടെ കയ്യിൽ നിന്ന് അങ്ങനെ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നല്ലോ, നമ്മൾ മുന്നത്തെ സീസണിലൊക്കെ കാണാറുണ്ടായിരുന്നല്ലോ. ശോഭയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റീലിനകത്തേക്ക് തല കാണിക്കണം. അപ്പോൾ അവിടെ ആദിലെ നൂറേയും കൂടെ പ്രപ്പോസ് ചെയ്യിപ്പിച്ച് അവിടെ ഒരു ചേച്ചിയമ്മ കളിക്കണം. ഇവിടെ ജിസേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അനുമോളെ യക്ഷിയാക്കണം. പിന്നെ അനീഷ് ഒരു സ്ത്രീ വിരുദ്ധനാണല്ലോ, ഒന്നിനെയും ആസ്വദിക്കാത്തവനാണല്ലോ. അപ്പോൾ അനീഷിനെ ഇങ്ങനെ കോമാളിയാക്കണം, മേക്കപ്പ് ഇടിയിക്കണം എന്നൊക്കെ ഉള്ളതാണ് ശോഭയുടെ പരിപാടി. അപ്പോൾ അനീഷിനെ മേക്കപ്പ് ഇടുന്നു ജിസേൽ, അതേപോലെ തന്നെ അനുമോളെ യക്ഷിയാക്കുന്നു. അപ്പോൾ അതൊക്കെ ഇത്തിരി ഓവറായിപ്പോയി. ഈ അനീഷിനോടും ഷാനവാസിനോടും ഒക്കെ ശോഭ അവരുടെ ഒരു ഗെയിമാണ്. ശോഭയല്ല, അതൊരു മെയിൽ കണ്ടസ്റ്റൻ്റ് ആണ്. രജിത്തോ സാബുമോനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ, അവർ പവർ എന്നൊക്കെ പറയും. അത് ശോഭ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ശേഷം അനീഷിൻ്റെ ഒരു അലമ്പാണ് നമ്മൾ കാണുന്നത്. അനീഷ് പറയുന്നത് ഒരു കണക്കിന് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. അനീഷിനെ കണക്കിന് അപമാനിച്ചു ശോഭ. അതേപോലെ തന്നെ അർഹിക്കുന്ന വേതനം അനീഷിന് കിട്ടിയില്ല, സ്റ്റാർ കിട്ടിയില്ല, കോയിന് ആ സംഭവം കിട്ടിയില്ല. എന്നാലും അനീഷിന് ആ ഒരു അപമാനം സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. ജനറൽ മാനേജർ ഇടപെട്ടില്ല എന്നുള്ളതാണ് അനീഷിൻ്റെ ഏറ്റവും വലിയ പരാതി. അനീഷ് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ഷിയാസും ശോഭയൊക്കെ വന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അനീഷ് ഭക്ഷണം നിഷേധിച്ചിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പ്രശ്നം അനീഷ് അങ്ങ് കൊണ്ടുപോവുകയാണ്. സത്യം പറഞ്ഞാൽ അനീഷ് ഒരു സൈക്കോനെ പോലെ അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ കുത്തിയിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പിന്നെ എന്താണ്, ഷിയാസ് ഭക്ഷണം കൊടുത്ത സമയത്ത് അനീഷ് കഴിച്ചു. അനീഷ് പിണങ്ങിയിരിക്കുകയാണ്. ശോഭ വന്നിട്ട് മാപ്പ് പറയുന്നു, കരയുന്നു, സോറിയൊക്കെ പറയുന്നു. അങ്ങനെയുള്ളൊരു പരിപാടി. ബി ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനി ഇതിൽ വലിയ കാര്യമായിട്ടുള്ള പുതുമയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇവരുടെ തുടക്കം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒടുക്കവും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. വലിയ മാറ്റമൊന്നും കണ്ടസ്റ്റൻസ് കാഴ്ചവെക്കില്ല. അവർ ചുമ്മാ ഒരുമാതിരി പുറത്തെങ്ങനെയുണ്ട് അകത്തെങ്ങനെയുണ്ട്, ഞാനാണോ ഹീറോ, ഞാനാണോ ഈ സീസണിലെ കണ്ടൻറ്റ് കൊടുക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ TRP ഉണ്ടാക്കുക, ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള നാടകം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ നാടകത്തിനിടയിൽ എങ്ങനെ ഗെയിം ഉണ്ടാക്കാൻ പറ്റും? മുന്നത്തെ കണ്ടസ്റ്റൻസിനെ കോപ്പി അടിച്ച് അതേ രീതിയിൽ കളിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഓരോരോ പരിപാടി. എന്താണെങ്കിലും പോരാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.